പ്രതിസന്ധികളോട് പടവെട്ടിയുള്ള പോരാട്ടമാണ് ഓരോ കായിക താരത്തിൻ്റെയും വളർച്ച. 4 പതിറ്റാണ്ട് കാലം ഫുട്ബോൾ കളിക്കായി മാത്രം ജീവിതം മാറ്റിവെച്ച കായിക താരമാണ് എബിൻ റോസ്. കാൽപന്ത് തട്ടി ഓടിയ ദൂരം ദീർഘമാണെങ്കിലും ഒരു സർക്കാർ കോച്ച് എന്ന ദൂരം എബിന് ഇതുവരെ താണ്ടാൻ കഴിഞ്ഞിട്ടില്ല. സന്തോഷ് ട്രോഫിയിൽ ജേഴ്സി അണിഞ്ഞ എബിൻ ഇന്ന് കോവളം ഫുട്ബോൾ ക്ലബിന്റെ കോച്ചാണ്. മറ്റൊന്നും പ്രതീക്ഷിക്കാതെ 4 പതിറ്റാണ്ട് മുമ്പ് വിഴിഞ്ഞത്തെ കടപ്പുറത്ത് കാൽപന്ത് തട്ടിത്തുടങ്ങിയതാണ്. ഫുട്ബോളിനോടുള്ള അടങ്ങാത്ത ആഗ്രഹമാണ് എബിൻ റോസ് എന്ന താരത്തെ സന്തോഷ് ട്രോഫിയിലും ഇന്ത്യൻ ലീഗിലും വരെ കൊണ്ടെത്തിച്ചത്. പാഠ്യപദ്ധതിയിലെ വീഴ്ചകളും സർക്കാരിന്റെ അവഗണനയുമാണ് ഇപ്പോഴും കായിക മേഖലയിൽ കേരളം പിന്നോട്ട് പോകുന്നതെന്നാണ് എബിൻ റോസിന്റെ പക്ഷം. നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റം പലപ്പോഴും കായിക വിദ്യാഭ്യാസം നമ്മുടെ പഠനത്തിൻ്റെ ഭാഗമാക്കണമെന്ന് ബുദ്ധിയുള്ള മഹാന്മാരായ ആൾക്കാരാണ് പറഞ്ഞിട്ടുള്ളത്. പലപ്പോഴും പല ഗവൺമെൻറ് വരുമ്പോഴും അല്ലെങ്കിൽ പലരും പറയാറുണ്ട് കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കും. പക്ഷേ ആ ഡിക്ലറേഷനപ്പുറം വേറെ ഒന്നും നടക്കാറില്ല. കാര്യം അത് തന്നെ അവർക്കറിയാം, ശാരീരികമായിട്ടുള്ള വികാസം ബുദ്ധി വികസിക്കാനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയും. ദൂരം ഒത്തിരി ഓടിയെങ്കിലും സർക്കാർ കോച്ചാവണമെന്ന എബിൻ്റെ ആഗ്രഹം ഇപ്പോഴും ബാലികേറാമലയാണ്. ഇന്നും പെർഫോമൻസ് ചെയ്യുന്ന, ഇന്നും കളിക്കളത്തിൽ പിന്തുടരുന്ന, ആ പാഷൻ കൊണ്ട് നടക്കുന്ന, രാജ്യത്തിന് വേണ്ടി വേൾഡ് കപ്പ് കളിക്കുന്ന കളിക്കാരെ സംഭാവന ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെ ഗവൺമെൻറ് ഇതുപോലുള്ള ഹയറായിട്ടുള്ള ഇതുപോലുള്ള സ്പോർട്സ് മേഖല അല്ലെങ്കിൽ പ്രൊഫഷണൽ ടീമുകളിൽ അല്ലെങ്കിൽ കോച്ചായിട്ടും എഡ്യൂക്കേറ്ററായിട്ടൊക്കെ നമ്മളെ അക്സെപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ റിക്വസ്റ്റ് കൊടുക്കാൻ. 18-ാം വയസ്സിൽ ടൈറ്റാനിയത്തിൽ ജോലി കിട്ടി. ചുമരുകൾക്കപ്പുറം ആഗ്രഹത്തെ വലവീശി പിടിക്കാൻ ഫുട്ബോൾ പരിശീലനം മാത്രമാണ് മാർഗമെന്ന് എബിൻ റോസ് വിശ്വസിക്കുന്നു. വളരെ വൈകിട്ടാണ് ടൈറ്റാനിയം ടീമിന് വേണ്ടി നിരവധി മത്സരങ്ങൾ ഓൾ ഇന്ത്യ ടൂർണമെൻറ്റിലടക്കം സ്റ്റേറ്റ് ലീഗിലടക്കം നിരവധി ടോപ്പ് സ്കോർ, ബെസ്റ്റ് പ്ലെയർ, ചാമ്പ്യൻഷിപ്പൊക്കെ വാങ്ങിച്ചെങ്കിലും ഈ പറയുന്നത് പോലെ സപ്പോർട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ വൈകിയാണ് സന്തോഷ് ടീമിലെത്താൻ സാധിച്ചത്. 16-ാമത്തെ വയസ്സിൽ ജില്ലാ ടീമിലും 18-ാമത്തെ വയസ്സിൽ SBTക്ക് വേണ്ടിയും കളിച്ചു. 4 തവണ സന്തോഷ് ട്രോഫി, 1 തവണ സന്തോഷ് ട്രോഫി ജേതാവ്. പ്രതിരോധവും മുന്നേറ്റവുമാണ് ഫുട്ബോൾ കളിയിലെ എബിൻ്റെ ആയുധം. ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷന്റെ പരിശീലനത്തിനുള്ള A ലൈസൻസ് ലഭിച്ച എബിൻ നിലവിൽ കോവളം ഫുട്ബോൾ ക്ലബിന്റെ പരിശീലകനാണ്. സർക്കാർ ഓഫീസുകളുടെ മുറികളിൽ വീർപ്പ് പൊട്ടിക്കഴിയുന്ന ഒരുപാട് പ്രതിഭകളുണ്ട് നമ്മുടെ കേരളത്തിൽ. എബിൻ റോസിന്റെ ആഗ്രഹം സർക്കാർ അംഗീകൃത കോച്ചാവാനാണ്. ഈ തീരദേശത്ത് നിന്നും ഒരുപാട് പ്രതിഭകളെ അദ്ദേഹം ഫുട്ബോൾ മേഖലയിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് അമലിനോടൊപ്പം ബിഗ് TV ജേർണലിസ്റ്റ് ടിൻഡു ദാസ്, തിരുവനന്തപുരം.